എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മളൊരു വെറൈറ്റി മുട്ടക്കറിയുടെ റെസിപ്പിയാണ് പരിചയപ്പെടാൻ പോകുന്നത്. സവാളയൊന്നും വഴറ്റാതെ കുക്കറിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മുട്ടക്കറിയുടെ റെസിപ്പിയാണ്. ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും പിന്നെ ഞങ്ങളുടെ ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. പിന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. എങ്കിൽ ഈ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. 4 മീഡിയം സൈസിലുള്ള സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തതാണിത്. ഇനി ഇതിലോട്ട് വലിയൊരു തക്കാളിക്ക് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പ് പൊടിയും ഒരു പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇതുപോലെ ഒന്ന് നെടുകെ പിളർന്നെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇനി ഈ കുക്കറിൻ്റെ അടപ്പ് വെച്ച് അടച്ച് അതിൻ്റെ വെയിറ്റ് കൂടി ഇട്ട് കൊടുത്തിട്ട് സ്റ്റവ് കത്തിച്ച് വെച്ച് കൊടുത്ത് ഒരു 2 വിസിലടുപ്പിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണം. 2 വിസിലടുപ്പിച്ച് ഇത് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിലെ പ്രഷറെല്ലാം പോയി ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഈ സവാളയും തക്കാളിക്കും എല്ലാം നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. സ്റ്റവ് കത്തിച്ചൊരു ചീനിച്ചട്ടി വെച്ച് കൊടുത്തു. ഇതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ നല്ലതായിട്ട് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. കടുകെല്ലാം പൊട്ടിയതിന് ശേഷം ഇതിലോട്ട് 4 ഗ്രാമ്പുവും ചെറിയൊരു കഷ്ണം കറുവപ്പട്ടയും ചെറിയൊരു തക്കോലവും 1/2 ടീസ്പൂൺ പെരിഞ്ചീരകവും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 ഏലക്കയും കൂടി ഇട്ട് കൊടുക്കാം. ഏലക്ക ഇട്ട് കൊടുക്കാൻ നേരത്തെ വിട്ടുപോയതാണ് കേട്ടോ. ഏലക്കായ ഒന്ന് മൂത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നത് 1 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റുമാണ്. ഇതിട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നല്ലതായിട്ട് മൂത്ത് അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറണം കേട്ടോ. ഇനി കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1.5 ടേബിൾ സ്പൂൺ പിരിയമുളകിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കാം. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും കൂടെ ചേർത്തിട്ട് ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്ന വരെ നല്ലതായിട്ടൊന്ന് ഇളക്കണം. ഇനി ഇതിലോട്ട് 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നല്ലതായിട്ട് തിളച്ച് ഇതിലെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നവരെ നമുക്കൊന്ന് ഇളക്കാം. ഇപ്പോൾ നോക്കി നല്ലതായിട്ടൊന്ന് തിളച്ച എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് പുഴുങ്ങി തോടൊക്കെ മാറ്റി വരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന മുട്ടയിട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. 1 മിനിറ്റോളം ഇത് നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കണം. ഇപ്പോൾ നോക്കിക്കേ ഈ മസാലയുടെ വെള്ളം എല്ലാം ഒന്ന് വറ്റിയിട്ടുണ്ട്. എണ്ണമയം ഒന്ന് തെളിയാൻ തുടങ്ങി. ഈ സമയം വേവിച്ച് വെച്ചിരിക്കുന്ന സവാളയും തക്കാളിക്കയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാനിപ്പം കുറച്ച് തിക്ക് ഗ്രേവിയിലുള്ള കറിയാണ് തയ്യാറാക്കുന്നത്. ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയമുണ്ടല്ലോ കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ടോ എന്ന്. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിട്ട് തോന്നി. അതുകൊണ്ട് സ്വല്പം കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലതായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കിയെടുക്കണം. ഇനി ഇത് അടച്ച് വെച്ച് 2 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്യാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് തുറന്ന് നോക്കാം. നമ്മുടെ മുട്ടക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റുള്ള മുട്ടക്കറിയാണ്. ഇതാ നോക്കിക്കേ. കാണുമ്പോൾ തന്നെ വായി വെള്ളമൂറും. സവാള വഴറ്റി കൈ വേദനിക്കാതെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു മുട്ടക്കറിയാണിത്. ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. ഇത് ഏത് പലഹാരത്തിൻ്റെ കൂടെ കഴിക്കാനും സൂപ്പറാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. വീണ്ടും ഇതുപോലെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.